നമസ്കാരം. തീർത്ഥയാത്ര എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് തമിഴ്നാട്ടിലുള്ള അതിവിശേഷപ്പെട്ട ഒരു ഹനുമാൻ ക്ഷേത്രത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇവിടുത്തെ വിഗ്രഹം പ്രതിഷ്ഠ വളരെ വിശേഷപ്പെട്ടതാണ്. ഇവിടുത്തെ ഭഗവാൻ ചിത്തരോഗത്തെ അകറ്റുന്നതാണ്. കുംഭകോണത്ത് നിന്നും പൂന്തോട്ടയിലേക്കുള്ള യാത്രക്കിടയിൽ മരുതവഞ്ചേരി എന്ന സ്ഥലത്തു നിന്നും 1 കിലോമീറ്റർ മാറിയാണ് ചിത്തരോഗം അകറ്റുന്ന വിശേഷ രൂപമുള്ള ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമുള്ളത്. മാനന്തക്കുടി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടുത്തെ ക്ഷേത്രത്തിലെ വിശേഷം എന്നുള്ളത് ഹനുമാൻ മൃതസഞ്ജീവനി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റ് ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്തൊരു പ്രത്യേകതയാണിത്. മൃതസഞ്ജീവനി മല ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുള്ളത്. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയെ മംഗള ആഞ്ജനേയൻ എന്നാണ് ഇവിടുത്തെ ഭക്തർ വിളിക്കുന്നത്. മംഗള ആഞ്ജനേയനായി ഭക്തർക്ക് മൃതസഞ്ജീവനി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൃതസഞ്ജീവനി നൽകിക്കൊണ്ട് ഹനുമാൻ സ്വാമി ഇവിടെ വിരാജിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷ ഫലസിദ്ധി എന്നുള്ളത് ചിത്തരോഗത്തെ ഹനുമാൻ സ്വാമി അകറ്റുന്നു എന്നുള്ളതാണ്. ഏത് രോഗത്തെയും അകറ്റുമെങ്കിലും ഇവിടെ വിശേഷമായി ചിത്തരോഗത്തെയാണ് അകറ്റുന്നതിൽ വളരെ പ്രാധാന്യമുള്ളത്. ചിത്തരോഗികളായിട്ടുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ രോഗം മാറുമെന്നാണ് വിശ്വാസമുള്ളത്. അമാവാസി ദിവസം രാവിലെ കുളി കഴിഞ്ഞ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിച്ച് 5 നെയ്ദീപം കത്തിച്ചു വെച്ചുകൊണ്ട് അഭിഷേകവും ആരാധനയും ചെയ്താൽ ആ വ്യക്തിയുടെ ചിത്തരോഗം പൂർണ്ണമായിട്ട് മാറുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. അതിവിശേഷമാണ് ആനന്ദക്കുടിയിലെ ഈ ചിത്തരോഗത്തെ അകറ്റുന്ന മൃതസഞ്ജീവനി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മംഗളസ്വരൂപനായിട്ടുള്ള ഹനുമാൻ. പോകാൻ സാധിക്കുന്നവർ ആ ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തി പ്രാർത്ഥിക്കുക. മാനസികമായി പ്രശ്നങ്ങളുള്ളവർ തീർച്ചയായിട്ടും ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഏതൊരു ഭക്തർക്കും ആ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമി വളരെയേറെ അനുഗ്രഹ ആശസ്സുകൾ നൽകുന്നതാണ്. വീഡിയോ കാണുന്ന എല്ലാവർക്കും ആനന്ദക്കുടി മംഗള ആഞ്ജനേയ സ്വാമിയുടെ വിശേഷ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിശേഷങ്ങളുമായി അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.